എന്തിനാണ് സർ നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ ഇത്ര പേടിക്കുന്നത്? അധികാരവും ചെങ്കോലും സിംഹാസനവുമെല്ലാം നിങ്ങളുടെ കൈവശമാണല്ലോ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളെപ്പോലും നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? സ്വദേശത്ത് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പ്രശ്നമായി. വിദേശത്ത് പോയി എന്തെങ്കിലും സംസാരിച്ചാൽ, മോദിയെ വിമർശിച്ചാൽ, സർക്കാരിനെ വിമർശിച്ചാൽ അത് വലിയ രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ പ്രൈമറി സ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടികൾ എന്നെ പിച്ചി ഞുള്ളി എന്നൊക്കെ പറയുന്നത് പോലെയാണ് അദ്ദേഹത്തെ BJP കൈകാര്യം ചെയ്യുന്നത്. പൊതുവേദിയിൽ രാഷ്ട്രപതിയെ കണ്ടപ്പോൾ സലാം ചെയ്തില്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ചിരിച്ചില്ല. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് പലപ്പോഴും BJP ഉന്നയിക്കുന്ന വലിയ വലിയ പരാതികൾ. ഇപ്പോൾ ഭയം ഇരട്ടിച്ചിരിക്കുക. കാരണം പാർലമെൻറ്റിൽ അദ്ദേഹത്തിനൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. അവരിന്നലെ സമ്പൽ യാത്രയിൽ ഉണ്ടായിരുന്നു കൂടെ, നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് തന്നെ. ഇന്ന് പാർലമെൻറ്റിന് പുറത്ത് കോൺഗ്രസ് അംഗങ്ങൾ അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രകടനം നയിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഈ കൂട്ടുകെട്ട്, സഹോദരനും സഹോദരിയും അടങ്ങുന്ന ഈ സംഘം വല്ലാതെ അങ്ങ് ഭയപ്പെടുകയാണ്. ഇപ്പോൾ 56 ഇഞ്ചുകാർക്കും കൂട്ടാളികൾക്കും പേടിക്കാതെ തരമില്ല. അവരൊന്നിച്ചു നിന്ന് ജനങ്ങളെ നയിക്കുകയാണ്. മോഡിയും കൂട്ടരും ഒരുതരം തള്ളുകളിലാണ് അഭിരമിക്കുന്നത്, വലിയ വലിയ പൊങ്ങച്ചങ്ങളിൽ. അവർ പറയും, BJPക്കാർ പറയും, ഇപ്പോൾ മോഡി ഇടപെട്ട് ഉക്രൈൻ യുദ്ധം അങ്ങ് നിർത്തിക്കളയും. അതിന് അദ്ദേഹം അടുത്തതായിട്ട് ഇടപെട്ട് ഗാസയിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ അവസാനിപ്പിക്കും. ഇത്തരത്തിലുള്ള തള്ളുകളിലാണ് ഇപ്പോൾ മോദിയും സംഘവും ജീവിക്കുന്നത്. അതേസമയം പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ജനങ്ങളിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവിടെ നിന്നാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം സംഭരിക്കുന്നത്. ഇപ്പോൾ അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന BJP അവർക്ക് സ്വന്തമായിട്ട് ഭരിക്കാൻ ഭൂരിപക്ഷം പോലുമില്ല. 2 സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ മോദി നേരത്തെ പറഞ്ഞതുപോലെ 400 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ജഗദീശ്വര, അവർ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ടേനെ. അവരതും ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ സമ്പൽ യാത്ര തടഞ്ഞതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അധികാര അവകാശങ്ങൾ തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ഇന്നൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. അതൊന്നും നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. മോദിയും BJPയും ഭരിക്കുമ്പോൾ ജനാധിപത്യപരമായ യാതൊരു അവകാശങ്ങളും പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിന് പ്രയോഗിക്കാൻ സാധിക്കില്ല. പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു, പക്ഷേ സ്പീക്കർ ചർച്ച അനുവദിച്ചില്ല. രാഹുൽ സമ്പലിലേക്ക് പോകുന്നെന്നറിഞ്ഞപ്പോൾ തന്നെ ഈ ജഗദാംബിക പാൽ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയിരുന്നു. അവിടെ ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമാണ് ഉള്ളത്. അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി പോകുന്നത്, അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. സർ, അവിടെ ഈ സമാധാനപരമായ സാഹചര്യമാണ് ഉള്ളതെങ്കിൽ എന്തിനാണ് നിരോധനാജ്ഞ ഇപ്പോഴും അവിടെ തുടരുന്നത്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കൾ അടക്കം ആരെയും അവിടേക്ക് കടത്തിവിടാത്തത്? രാഹുൽ ഗാന്ധിക്ക് പോലും അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അവിടെ സംഘർഷമാണെന്നാണ് പോലീസ് പറയുന്നത്. ജഗദാംബിക പാൽ പറയുന്നു അവിടെ സമാധാനപരമായ അന്തരീക്ഷമാണെന്ന്. എങ്ങനെയുണ്ട്? BJPയിലെ രാഹുൽ ഗാന്ധിയുടെ ഒരു കടുത്ത എതിരാളിയാണ് ജഗദാംബിക പാൽ. അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു, UP കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. 2014 അദ്ദേഹം രാജിവെച്ച് BJPയിൽ ചേരുന്നത്. അതിനുശേഷം ഇന്നോളം അദ്ദേഹം ലോക്സഭാംഗമാണ്. ഒരു ക്യാബിനറ്റ് അംഗമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളയാളാണ്. പക്ഷേ ഇതുവരെ ആക്കിയിട്ടില്ല BJP. ഇപ്പോഴും വേലിക്ക് പുറത്ത് നിർത്തിയിരിക്കുക. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് ഒരു ദിവസത്തേക്ക് UPയിൽ മുഖ്യമന്ത്രിയായിരുന്നു. 1998 ഫെബ്രുവരി 21 അന്നത്തെ ഗവർണർ കല്യാൺ സിംഗ് ഗവൺമെൻറ്റിനെ പുറത്താക്കിയിട്ട് ജഗദംബിക പാലിനെ മുഖ്യമന്ത്രിയായിട്ട് വാഴിച്ചു. പിറ്റേന്ന് തന്നെ കല്യാൺ സിംഗ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു, അനുകൂല ഉത്തരവ് വാങ്ങി, ഗവർണറുടെ നടപടി റദ്ദാക്കി കല്യാൺ സിംഗിനെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഏക് ദിൻക സുൽത്താൻ, അല്ലെങ്കിൽ ഏക് ദിൻക മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കേന്ദ്രത്തിലൊരു കൊള്ളാവുന്ന വകുപ്പും
ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമോ കിട്ടുന്നതിൽ സന്തോഷമുണ്ടാവും. നമുക്കും വിരോധവുമില്ല, കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ശരിയല്ലാത്ത രീതിയിൽ വിമർശിക്കുമ്പോൾ അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്നലെ ഗസിപ്പൂരിൽ വലിയ സംഘർഷമായിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്തു, ബാരിക്കേഡുകൾ കെട്ടി, പട്ടാളത്തെയും പോലീസിനെയും വിന്യസിച്ചു. പക്ഷേ UP കോൺഗ്രസ് നേതാക്കളായ സച്ചിൻ ചൗധരി, റിസ്വാൻ ഖുറേഷി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ഒരു ഡെലിഗേഷൻ ഇന്നലെ സംബാൽ സന്ദർശിച്ചു. അവിടെ മരിച്ചവരുടെ വീടുകളിൽ പോയി അവരുടെ ബന്ധുക്കളെ കണ്ടു, അനുശോചനം അറിയിച്ചു. അതുമാത്രമല്ല, അവർ പ്രിയങ്ക ഗാന്ധിയുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. BJPയുടെ വക്താക്കൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി സംഭലിലേക്ക് പോകാൻ ഒരുങ്ങിയത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണെന്നാണ്, പബ്ലിസിറ്റി എക്സർസൈസ് ആണെന്നൊക്കെയാണ് അവർ വിശേഷിപ്പിച്ചത്. അങ്ങനെയൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊക്കെ വിമർശിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്തരം പ്രസ്താവനകൾ ഇനി കേരളത്തിലോട്ട് എത്തിപ്പെടാതിരിക്കാനൊരു ശ്രദ്ധ വേണം. ഒന്ന് മുൻകൂട്ടി നോക്കിയാൽ മതി. കാരണം ഈ സംസ്ഥാനത്ത് വയനാട്ടിൽ സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു 56 ഇഞ്ചുകാരൻ അവിടെ വന്നതും അവിടെ നടത്തിയ പബ്ലിസിറ്റി സ്റ്റണ്ടുകളും ഫോട്ടോഷൂട്ടും കോപ്രായങ്ങളുമൊക്കെ ഞങ്ങൾ കേരളീയർ മറന്നിട്ടില്ല.